നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്നത് ഒരു കടല ബിരിയാണിയാണ്. കടല ബിരിയാണി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കടല എടുത്ത് ഒരു പാത്രത്തിൽ ഇടുക. നമ്മൾ വെള്ളത്തിൽ ഇടുവാണ്, എന്നിട്ട് നാളെ എല്ലാം ചെയ്യാൻ പറ്റും. കടല ബിരിയാണിയാണ്. വെള്ളം ഒഴിച്ച് നാളെ വയ്ക്കണം, നാളത്തേക്ക് വയ്ക്കണം. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നാളത്തേക്കാണ്. അപ്പം ഇത് അടച്ചു വയ്ക്കുക ഒരു ദിവസത്തേക്ക്. അതങ്ങനെ വെച്ച് അപ്പോൾ നമുക്ക് ബാക്കി രാവിലെ കാണാം. ഇന്നലത്തെ കടല അങ്ങ് വേവിച്ച് വെച്ചു. പിന്നെ നമ്മളിവിടെ എന്ന് വെച്ചാൽ ഉള്ളി, കറിവേപ്പില, പിന്നെ ഇച്ചിരി അരിയും കൂടിയാണ്, മറ്റേ ചെറിയ അരിയില്ല അത് വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഞങ്ങൾ കുക്കർ എടുത്തു. കുക്കറിൻ്റെ അകത്തേക്ക് ഇച്ചിരി നമ്മുടെ കുരുമുളക് കടുക് എടുത്തിട്ട് ഞങ്ങളൊരു വറ്റൽമുളക് ഇടുവാണ്. വേണമെങ്കിൽ 2-3 ഇടാം. ഇപ്പം ഞങ്ങൾ 1 ഇടുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ സവാള എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. പിന്നെ എല്ലാം വറ്റമുളക്, കറിവേപ്പില ഉള്ള കടല നമ്മൾ വേവിച്ച് വയ്ക്കാൻ ചൂടാക്കണം. ഇന്നലെ നമ്മൾ കടല വെള്ളത്തിൽ വെച്ചു. അപ്പോൾ രാവിലെ നമ്മൾ ഇത് വേവിക്കണം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ട് നമ്മൾ ഒരിക്കലും മുളകും കരിവേപ്പില ഇടാവൂ. ഉണ്ണിയാണെങ്കിൽ നല്ല ഉറപ്പാണ്. പിന്നെ നമ്മൾ ചെറിയ അരി ഇവിടെ എടുത്ത് വെക്കണം. അത് വെള്ളത്തിൽ വെള്ളരി എടുത്ത് വെക്കണം. അപ്പം നമ്മൾ കറുവാപ്പട്ടയും ഇച്ചിരി ഗ്രാമ്പും എടുത്ത് ഇടണം. അത് ഇപ്പം ഇടണ്ട, ഇത് മൂത്ത് വന്നിട്ട്. അപ്പം നമ്മൾ ഇച്ചിരി ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ 8 ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 9-10 അല്ലേ ഇടാം. അത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ 8 എടുത്തോളൂ. അപ്പോൾ ഞങ്ങൾ കറുവപ്പട്ട ഇടുന്നു. ഞങ്ങൾ ഒരു കറുവപ്പട്ട അങ്ങനെ കുറേ പീസാക്കി ഇടുവാണ്. മാക്സിമം ഞങ്ങളൊരു 3 പീസൊക്കെ ഇടുന്നു. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കി. ഇന്നലെ രാത്രിയല്ലേ നമ്മളത് ഇട്ടത്, ഇപ്പം നമുക്ക് രാവിലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ കറിവേപ്പിലയും മുളകും എടുത്തിട്ടു. ഈ സമയത്താണ് നിങ്ങൾ കറിവേപ്പിലയും മുളകും എടുത്തിട്ടുണ്ടേ. ഗ്രാമ്പും ഇച്ചിരി കറുവപ്പട്ട ഇടുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചില്ല, അതേപോലെ തവിയും വെച്ച് ഇങ്ങനെ ആക്കാൻ. അപ്പം ഞങ്ങൾ 10 വലിച്ച് കുതിർത്ത് വെച്ച അരിയാണിത്, ഈ കാണുന്ന. അത് ഞങ്ങൾ എടുത്തിടുവാണ് ഇതിലേക്ക്. ഞങ്ങളുടെ സബ്സ്ക്രൈബർ കമൻറ്റ് കഴിഞ്ഞ് ബ്രോ ഹൗ ടു മേക്ക് കടല ബിരിയാണി എന്ന്. അത് ഞങ്ങൾ കണ്ടിട്ടാണ് ആക്കുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹൗ ടു ചെക്ക് ദ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് കമൻറ്റ്. അത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ കടല ഇടാൻ പോവുകയാണ്. ഇങ്ങനെ തന്നെ. അപ്പോൾ ഹൗ ടു സബ്സ്ക്രൈബേഴ്സ് ആൻഡ് കമൻറ്റ്. അപ്പോൾ ആദ്യം ഒരാൾ കമൻറ്റ് അയച്ചു ഹൗ ടു മേക്ക് കടല ബിരിയാണി പ്ലീസ് എന്ന്. അതുകൊണ്ട് ഞാൻ അയച്ചതാണ്. നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, നമ്മുടെ അരിയാണ് കാണുന്നത് വൈറ്റ് കളർ, ആ മുകളിൽ കാണുന്ന ഉപ്പ്, ഇതൊക്കെ അരിയാണ്. അപ്പം ഞാനിത് ഇങ്ങനെ ആക്കുവാണ്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് നൈസായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി നന്നായിട്ട് അങ്ങ് മിക്സാക്കാം. കണ്ട. അപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കടല ബിരിയാണി ആക്കുവാണ്. കുറച്ചും കൂടെ വെള്ളം വേണം ഗൈസ്, ഇത്രയും പോരാ. അവസാനം നമുക്ക് ഇത് തന്നെയാണ് കടല ബിരിയാണി. കണ്ട. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ എണീറ്റ് വന്നിട്ടുമുണ്ട്. അമ്മച്ചി ഉണ്ണി മുടി ഒട്ടി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പൊളി അയക്കും. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഇങ്ങനെ പിടിച്ച്. ഓക്കെ, ഇത്രയും വെള്ളം മാക്സിമം വേണം. അതായത് 3 ഗ്ലാസ് വെള്ളം. ഓക്കെ, ഇനി അടച്ച് നമുക്ക് 3-4 വിസിലാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വയ്ക്കാം, അതായത് അടയ്ക്കാം. 3-4 വിസിലാണ്. നിങ്ങൾ തന്നെ ഒരു മാക്സിമം 60 സബ്സ്ക്രൈബേഴ്സ് ആക്കി ഞാൻ നിങ്ങൾക്ക് ആ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് വേഗം ഒന്ന് 60 ആക്കൂ. ഞാനാണെങ്കിൽ രാവിലെ കാപ്പിയൊക്കെയാണ് കുടിച്ചത്. ഉണ്ണിക്ക് ഇപ്പോൾ കാപ്പിയാണ്. നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് സ്കൂൾ തുറക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ വിസിൽ ഇവിടെ ആയിട്ടുണ്ട്, അങ്ങനെ 2ാമത്തെ വിസിലും ആയിട്ടുണ്ട്. ഇനി അടുത്ത വരുന്നതായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ വിസിലൊക്കെ അടിക്കുകയാണ്. അത് അടിക്കാത്തൊന്നും നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാസിനടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇച്ചിരി നേരം ഇങ്ങനെ ആക്കുക. അപ്പം നോക്കൂ, അതൊന്നുമില്ല, ഇങ്ങനെ ആവി
അപ്പൊ ഇങ്ങനെ വെക്കുക. ഇത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ ആവിയൊക്കെ കഴിയാറായി. അപ്പൊ ആവി കഴിഞ്ഞിട്ടാണ്. ആഹാ ഗൈസ് നോക്ക്, നമ്മുടെ കടല ബിരിയാണി റെഡി. ഒരു മിനിറ്റ് മാമ. ഗൈസ് എനിക്കൊന്ന് തമിഴിൽ ഒരു ഫോട്ടോ ഇടാനുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. ഒരു മിനിറ്റ്. ആഹാ നമ്മുടെ കടല ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടല നമ്മുടെ ബിരിയാണി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.